കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വേണു തന്റെ രണ്ടാമത്തെ പ്ലാനും പദ്ധതികളും അങ്ങനെ തയ്യാറാക്കുകയാണ് രഞ്ജുവിനെ തകർക്കാനുള്ള. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദർശിനെ നിയോഗിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗൗരിക്കാണ് ഭയങ്കര സംശയമായി. ഇപ്പൊ ഗംഗേനെ ശങ്കറിനെയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ തനിക്ക് തന്നെ ഭർത്താവിനെ നഷ്ടപ്പെടുമെന്നൊരു ചിന്തയൊക്കെ ഗൗരിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിക്ക് ഭയങ്കര ഒരു ഭയം വരുവാണ്. എങ്ങനെയെങ്കിലും ശങ്കറിനെ രക്ഷിച്ചെടുത്താൽ മതിയാവുള്ളൂ ഗംഗയുടെ അരിയിൽ നിന്നും. അപ്പൊ അതിന് വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെ പയറ്റുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും നമ്മൾ കണ്ടു വേണി ആ സത്യങ്ങളൊക്കെ ആദർശിനോട് തുറന്നു പറയായിരുന്നു. ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നമ്മൾ ഇച്ചിരോടെ ഒന്ന് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒന്ന് മാറ്റണം എന്ന് പറയണം. അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ രഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് നാളെ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറയണം. അല്ല വേണി അതൊക്കെ നടക്കുമോ? നിങ്ങൾ വിളിച്ചാൽ മതി, ഒന്ന് ഷോപ്പിങ്ങിന് കൂടെ വരാൻ പറഞ്ഞാൽ അവള് നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും വരുമെന്ന് പറയണം. ഒരു തടസ്സം പറയില്ലെന്ന് പറയണം. അങ്ങനെ ആ പ്ലാനുകളും പദ്ധതികളും ഒക്കെ വെച്ചിട്ടാണ് രാത്രിയിൽ അവർ ഉറങ്ങാൻ കിടന്നത്. പിന്നീട് കാണിക്കുന്ന ഗൗരിയുടെ അടുത്തുനിന്ന് ശങ്കർ നേരെ എഴുന്നേറ്റ് ടെറസിലേക്ക് പോവാണ്. അപ്പൊ പിണങ്ങിയാ പോകുന്നേ. കുറച്ച് സമയമൊക്കെ ഗൗരി നോക്കിയിരുന്നു. എന്നിട്ട് ശങ്കറിനെ കാണുന്നില്ല. ഈ ശങ്കർ ഇത് എവിടെ പോയി എന്നോർത്ത് അവിടെ എങ്ങും നോക്കിയിട്ട് ശങ്കറിനെ കണ്ടില്ല. അങ്ങനെ നോക്കി ചെന്നപ്പോണ്ട ഒരു ബെഡ്ഷീറ്റും വിളിച്ച് ഒരു തലയണം വെച്ച് ആ ടെറസിന്റെ മുകളിൽ കിടന്നുറങ്ങുക. നല്ല തണുപ്പുണ്ട്. ഓഹോ, അപ്പൊ തന്നോടുള്ള പിണക്കത്തിന് ഇവിടെയാ വന്ന് കിടക്കണത്. കൊള്ളാം, താൻ അതൊന്നും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു മൂപ്പർക്ക് എന്നോർത്തോണ്ട് ഗൗരി എന്ത് ചെയ്യാണ്, കുറെ സമയം ശങ്കറിന്റെ അടുത്ത് പോയിരിക്കുകയാണ്. ശങ്കറിനെ നോക്കിക്കൊണ്ടിരിക്കുക. കൊള്ളാം, കടം ഗ്ലാമറൊക്കെ ഉണ്ട്. ഈ മീശയൊക്കെ പിരിച്ച ഏത് പെണ്ണും ഒന്ന് നോക്കിപ്പോ. വെറുതെ അല്ല പെൺപിള്ളേരൊക്കെ ഇങ്ങനെ പുറകെ തന്നെ നടക്കണത്. അപ്പൊ എത്രാമത്തെയാന്ന് ആർക്കറിയാം. ശങ്കറിന് തന്നോട് മാത്രം ഇഷ്ടമുള്ളെന്ന് പറയുന്നു. ദൈവത്തിനറിയാം. ഇപ്പാണ്ട് ഗംഗയെന്ന് പറഞ്ഞ് ഒരുത്തി വന്നിരിക്കുന്നു. അവള് കാണുന്ന തന്റെ ഉള്ള സമാധാനം കൂടെ പോയിട്ടിരിക്കുക. ഇനിയിപ്പൊ എങ്ങനെയായാലും ശങ്കറിനെ ആ കുരിക്കൽ നൂരിയെടുത്തേ മതിയാവുള്ളൂ. അവൾ എത്രയും പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു. പക്ഷെ അവളും ശങ്കറും തമ്മിൽ ഈ കണക്ഷനൊന്നും ഇല്ലാന്ന് തോന്നേ. എന്നാലും ഒരു വശത്ത് ഗൗരിയുടെ മനസ്സിൽ പറയും ഗംഗ പാവമെന്ന്. പക്ഷെ ഇപ്പുറത്തെ ഇരുന്ന് മനസ്സാക്ഷി പറയേ അവളും അവളുടെ പോക്ക് ശരിയല്ല. തന്നെ ശങ്കറിനെ അടിച്ചെടുക്കാനുള്ള ശ്രമമാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. പോരാത്തേന് അവൾ ഇതുവരെയായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല. മുൻപാണെങ്കിലോ ശങ്കറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു താനും. അതോടൊപ്പം തന്നെ ഈ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഗംഗേനെ ഇഷ്ടമാണ്. വിവാഹം കഴിപ്പിക്കാൻ തന്നെ ആലോചിച്ചിരുന്ന കാര്യമാണ്. അതൊക്കെ ഓർത്ത് ശങ്കറിന്റെ മുഖത്ത് നോക്കി കുറെ സമയം ഇരിക്കും ഗൗരി. പിന്നീട് ഗൗരിക്ക് ഉറക്കം വന്നു. പക്ഷെ ശങ്കറിനെ വിളിച്ചുകൊണ്ട് താഴെ കിടത്താനൊരു മടി. നല്ല ഉറക്കമല്ലേ, പാവത്തിനെ ശല്യം ചെയ്യണ്ട. ഗൗരി എന്ത് ചെയ്യാണ്, ഗൗരി ശങ്കറിന്റെ അടുത്ത് ആ തണുപ്പത്ത് അങ്ങോട്ട് കിടക്കുവാണ്. അങ്ങനെ ഗൗരി അവിടെ ശങ്കറിനെ നോക്കി നോക്കി അവിടെ കിടന്ന് അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ നല്ല ഉറക്കത്തിൽ ശങ്കർ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേനും തന്റെ അരിയിൽ ഗൗരി കിടക്കുന്നുണ്ട്. ശങ്കറിന് മനസ്സിലായി താൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അടുത്ത് വന്ന് ഗൗരി കിടന്നാന്ന്. ശങ്കറിന് ആ ഒരു രംഗം കണ്ടോടുകൂടി മനസ്സിലായി ഇവള് തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞാണെങ്കിലും തന്റെ കൂടെ ഒന്ന് കിടന്നല്ലോ. കുറെ സമയം ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി കിടന്നിട്ട് ഗൗരിനെ ചേർത്ത് പിടിക്കണം. ഗൗരിയാണ് തണുത്തിരിക്കുവായിരുന്നല്ലോ. അങ്ങനെ ശങ്കറിന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് ഗൗരി മയങ്ങുക. പക്ഷെ ഗൗരി ഉറക്കത്തിൽ നല്ലൊരു സ്വപ്നം കാണുന്നുണ്ട്. ശങ്കർ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ്. അപ്പൊ ശങ്കറിനെ കാണുന്ന മഹാദേവനായിട്ടാ. ഒരു വശത്ത് ഗംഗയും ഒരു വശത്ത് പാർവതി. അപ്പൊ ഗംഗയായിട്ട് നിൽക്കുന്ന രഞ്ജുവും പാർവതിയായിട്ട് നിൽക്കുന്ന ഗൗരിയുമാണ്. പിന്നീട് ശങ്കറിനോട് ഗംഗ പറയുന്നുണ്ട്, അതെ എന്നെ സ്വീകരിച്ചുകൂടെ? ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ മുടിയിലല്ലോ ഒളിച്ചിരുന്നത്, ഇനിയെങ്കിലും എന്നെ സ്വീകരിച്ചുകൂടെ എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി പറയണം, അതെങ്ങനെ ശരിയാവും? ഞാനില്ല നിങ്ങളുടെ ശരിക്കുള്ള ഭാര്യ, പിന്നെ എങ്ങനെ ഇവളെ സ്വീകരിക്കണേന്ന് ചോദിക്കണം. അപ്പൊ ഈ സ്വപ്നം കണ്ടോണ്ടായിരിക്കണം കിടക്കണത്. പെട്ടെന്ന് ഗൗരി ഞെട്ടി കണ്ണു തുറക്കുവാണ്. ഗൗരി ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ലായിരുന്നത്. അപ്പൊ ഗൗരിയുടെ മനസ്സിലുള്ള ആശങ്കകളാണ് അങ്ങനെ സ്വപ്നമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ കണ്ണു തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേന് ഏകദേശം നേരമൊക്കെ വെളുത്തിരുന്നു. പിന്നീട് ഗൗരി എഴുന്നേറ്റ് പോവാണ്. ശങ്കരോട് ഉറങ്ങിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ശങ്കറിനെ വിളിച്ചേൽപ്പിക്കാൻ പോയില്ല. അങ്ങനെ നേരെ താഴേക്ക് പോവാണ്. പിന്നീട് താഴെ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും ശങ്കർ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശങ്കറിനെ കണ്ടപ്പോഴത്തേനും ഗൗരി ചോദിച്ചു, അല്ല എപ്പോഴാണ് എഴുന്നേറ്റ് വന്നേന്ന് ചോദിക്കുകയാണ്. ഓഹോ, അപ്പം നീ മനഃപൂർവ്വം എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ട അല്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ല. പിന്നെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല വെറുതെ ചോദിച്ചാന്ന് പറയാണ്. ഇങ്ങനെ ഉണ്ടായിരുന്ന തണുപ്പൊക്കെ നല്ല തണുപ്പായിരുന്നോ എന്ന് ചോദിക്കുകയാണ് മോളിൽ കിടന്നിട്ട്. വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ നീ അതിന്റെ ഇടയ്ക്ക് വന്ന് കിടന്നോണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നിന്റെ നെഞ്ചിലെ തണുപ്പായിരുന്നു എനിക്ക് കൂടുതൽ കിട്ടിയെന്ന് പറയണം. ഇത് കേട്ടൻ ഗൗരി ചോദിച്ചു, എന്റെ നെഞ്ചിലെ തണുപ്പോ? നീ കൂടുതൽ കള്ളക്കളിയെ കളിക്കണ്ട, എനിക്ക് മനസ്സിലായി നീ എന്റെ അടുത്ത് വന്ന് കിടന്നൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയണം. ഗൗരിക്ക് മനസ്സിലായി താൻ അടുത്ത് കിടന്നൊക്കെ ശങ്കർ അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ. കാരണം നേരത്തെ എഴുന്നേറ്റ് പോന്നാലും ശങ്കർ അത് അറിഞ്ഞായിരുന്നു. തന്നെ കെട്ടിപ്പിടിച്ചായിരുന്നു ശങ്കർ കിടന്നത്. പിന്നീട് കാണിക്കുന്നേ
ആദർശ് നേരെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പം ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു പതിവ് പോലെ ആദർശിൻ്റെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് വരുവാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പം രഞ്ജുവിനോട് ചോദിച്ചു, അല്ല തനിക്കും തിരക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെന്താ ആദർശേട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല എനിക്കിന്ന് പുറത്തുനിന്ന് ഷോപ്പിങ്ങിന് പോകണമായിരുന്നു, അതുകൊണ്ട് ചോദിച്ചെന്ന്. അതിനെന്താ, ഞാൻ കൂടെ വരാലോ എന്ന് പറയണം. എന്നാ ശരി, നമുക്ക് വൈകുന്നേരം ഇച്ചിരി നേരത്തെ ഇറങ്ങിയാലോ എന്ന് ചോദിക്കണം. ഇറങ്ങാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് ചെല്ലുവാണ്. അപ്പൊ ഷോപ്പിങ്ങിന് ചെല്ലുന്നോടം വരെ എന്ത് വാങ്ങാൻ എങ്ങനെയാണെന്നൊന്നും രഞ്ജുവിന് അറിയില്ലായിരുന്നു. അങ്ങനെ കടയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും വേണിക്കുള്ള സാരി ആദർശം ആദ്യം നോക്കണേ. പക്ഷെ സാരി നോക്കുന്ന കാണുമ്പോൾ രഞ്ജു ആദ്യം ഓർത്തെന്താ തനിക്ക് വാങ്ങി തരാന്നൊക്കെ ഓർത്തെ. പിന്നീട് ആദർശം ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്യണം. രഞ്ജുവിനെ പറഞ്ഞു ഒന്ന് സെലക്ട് ചെയ്യാൻ പറയണം. രഞ്ജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്തോളാൻ പറയാ. ഇത് കേട്ടാൽ രഞ്ജു ഓർത്ത് തനിക്ക് വേണ്ടിയിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുമായിരുന്നു. പിന്നീട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു, ഇത് കൊള്ളാല്ലേ, പക്ഷെ ഈ കളർ അത്ര ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല കൃഷ്ണവേണിക്കെന്ന് പറയണം. ഇത് കേട്ടാൽ രഞ്ജു ഒരു നിമിഷം ഞെട്ടി. കൃഷ്ണവേണിക്കോ? അതെ, അവൾക്കേ ഞാൻ കുറെ ദിവസമായി ആലോചിക്കുന്ന ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യാനായിട്ടാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. പിന്നെ കൃഷ്ണവേണിയെ കുറിച്ച് ഓരോന്നിങ്ങനെ പൊഴുത്തി പറഞ്ഞോണ്ടിരിക്കും. പാവം എന്നോട് ഇതുവരെ അങ്ങനെ ഒന്നും പറയത്തില്ല. എന്തേലും വാങ്ങിച്ചോണ്ട് കൊടുത്താൽ മാത്രം വാങ്ങിക്കും. എന്റെ മനസ്സ് അത്രമാത്രം മനസ്സിലാക്കുന്നവളാ അവള്. അവളെ ഭാര്യയായിട്ട് കിട്ടിയത് എന്റെ പുണ്യാന്ന് പറയണം. രഞ്ജു ഇങ്ങനെ പല്ല് തുമ്പിക്കൊണ്ടിരിക്കുക. രഞ്ജുവിന് മുഖം മാറിയത് പെട്ടെന്ന് തന്നെ ആദർശ് ശ്രദ്ധിച്ചു. പെട്ടെന്ന് രഞ്ജു എടുത്ത് സാരി പറഞ്ഞു, അതെ എന്തോ ഈ കളർ അങ്ങ് ശരിയല്ല, നമുക്ക് വേറെ എടുക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, അത് കുഴപ്പമില്ല, ഇത് നല്ല തന്നെയാ, ഇത് നമുക്ക് സെലക്ട് ചെയ്തേക്കാന്ന് പറയണം. രഞ്ജുവിന് മുഖത്ത് അടി കിട്ടിയ പോലെ ആയിപ്പോയി. രഞ്ജു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല തന്നെ വിളിച്ചോണ്ട് പോയിട്ട് ആദർശയുടെ ഭാര്യയ്ക്ക് സാരി സെലക്ട് ചെയ്യുമെന്ന്. പിന്നീട് അതിനുശേഷം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കടയിൽ കയറുവാണ്. കടയിൽ കയറിയിട്ട് ബേക്കറിയിലൊക്കെ കയറിയിട്ട് വേണിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിക്കുക. ഇതെല്ലാം കണ്ട് ആകെപ്പാടെ സമനില തെറ്റിയ പോലെ നിൽക്കാനോ രഞ്ജുവിന് കഴിയുമായിരുന്നുള്ളൂ. എന്തേലും പറയാൻ പറ്റുമോ, എന്തേലും തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ എന്തേലും തോന്നിയാലോ എന്നൊരു ചിന്ത രഞ്ജുവിന് ഉള്ളിലുണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീട് എല്ലാം കഴിഞ്ഞ് ഇപ്പം രഞ്ജു ചോദിച്ചു, ആദർശേട്ടൻ എന്നോട് ഒട്ടും ഇഷ്ടമില്ല അല്ലെന്ന് ചോദിക്കണം. അതെന്താ രഞ്ജു അങ്ങനെ ചോദിച്ചേ? അല്ല ഞാൻ ചോദിച്ചാ, പക്ഷെ ആദർശേട്ടൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് ആദർശേട്ടനെ വെറുക്കാൻ പറ്റില്ല. എന്റെ മനസ്സിൽ ആദർശേട്ടൻ മാത്രമേ ഉള്ളെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, രഞ്ജു നിന്നോട് ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ പറ്റില്ല, ഒരു ജസ്റ്റ് ഫ്രണ്ട് മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കളഞ്ഞേക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജുവിന് ആ പാടെ വല്ലാത്തൊരു വിഷമമായി. രഞ്ജു മുഖം വീർപ്പിച്ചോണ്ടാ പോയത്. ആദർശിന് മനസ്സിലായി താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. വേണിയുടെ രണ്ടാമത്തെ പ്ലാനും അങ്ങനെ വിജയിച്ചിരിക്കുന്നുള്ളേ. അപ്പൊ ആരും സന്തോഷത്തോടെ ആദർശ് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.